അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ദേവിക പ്രകാശ്. ഞാൻ ശ്വേത പി കെ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനും അനുരാഗിയാമമ്പലത്താവേ. ഇന്ന് മെയ് 23. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമാ സംവിധായകനായിരുന്ന പി പത്മരാജന്റെ ജന്മദിനം. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് 1945 മെയ് 23 പത്മരാജൻ ജനിച്ചത്. ചുണ്ടത്തിൽ അനന്തപത്മനാഭൻ പിള്ളയുടെയും ഞവരക്കൽ ദേവിക അമ്മയുടെയും 6ാമത്തെ മകനായിരുന്നു അദ്ദേഹം. മലയാള സാഹിത്യത്തിലും സിനിമയിലും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു പി പത്മരാജൻ. നക്ഷത്രങ്ങളെ കാവൽ, ലോല തുടങ്ങിയ ശ്രദ്ധേയമായ നോവലുകളിലൂടെയും വൈകാരികതയും റിയലിസവും ഇടകലർത്തിയ മാസ്റ്റർ പീസ് സിനിമകളിലൂടെയും അദ്ദേഹം മലയാളികളുടെ പ്രണയ സങ്കല്പങ്ങളെയും ഭാവനയെയും മാറ്റിമറിച്ചു. മലയാളികളുടെ സാംസ്കാരിക നഭസ്സിലെ പ്രൗഢോജ്വലമായ ഒരു ഗന്ധർവ സാന്നിധ്യമായിരുന്നു പി പത്മരാജൻ എന്ന കഥാകാരനും ചലച്ചിത്ര സൃഷ്ടാവും. മറക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളെയും കഥാമുഹൂർത്തങ്ങളെയും സമ്മാനിച്ച ഒരു കഥാകാരൻ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഇതെല്ലാമായിരുന്നു പത്മരാജൻ. ഏകദേശം 3 പതിറ്റാണ്ട് മാത്രം നീണ്ടുനിന്ന തന്റെ സാഹിത്യ ചലച്ചിത്ര പ്രവർത്തനങ്ങൾക്കിടയിൽ ഒട്ടനവധി ചെറുകഥകൾ, 30ലേറെ വരുന്ന നോവലുകൾ, ചെറുകഥാ സമാഹാര പ്രസിദ്ധീകരണങ്ങൾ, സ്വന്തം തിരക്കഥയിൽ 18 സിനിമകൾ, കൂടാതെ അന്യ സംവിധായകർക്കു വേണ്ടി 20ഓളം തിരക്കഥകൾ. എല്ലാ അർത്ഥത്തിലും മലയാളി മനസ്സുകളിൽ തിളങ്ങി നിന്ന ഒരു മിന്നൽ കൊടിയായിരുന്നു അദ്ദേഹം. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് ശ്രീ കെ ടി ബാബുരാജ് ആണ്. കെ ടി ബാബുരാജ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് ജനനം. അച്ഛൻ കെ നാരായണൻ, അമ്മ ടി കാർത്യായനി. രാമവിലാസം LP സ്കൂൾ, വളപട്ടണം ഗവൺമെന്റ് ഹൈസ്കൂൾ, കണ്ണൂർ SN കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, മാനന്തവാടി BEd സെന്റർ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. കണ്ണൂർ ആകാശവാണിയിൽ പ്രോഗ്രാം കോമ്പിയറായും വിവിധ പ്രാദേശിക ചാനലുകളിൽ അവതാരകനായും പ്രവർത്തിച്ചിരുന്നു. കുറേക്കാലം സമാന്തര കോളേജുകളിൽ അധ്യാപകനായും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അധ്യക്ഷനായ കോമാളി, തീ അണയുന്നില്ല, ബിനാമി, ഒരു ദീർഘദൂര ഓട്ടക്കാരന്റെ ജീവിതത്തിൽ നിന്നും, മായാജീവിതം, മാർക്കസ് ലെനിൻ അജിത, സമകാലം എന്നിവ കഥകൾ. സാമൂഹ്യപാഠം, മഴ നനഞ്ഞ ശലഭം, പൊളിമധുരം, ഭൂതത്താൻ കുന്നിൽ പൂ പറിക്കാൻ പോയ കുട്ടികൾ, ദേ പിന്നെയും ഒടിയൻ, കുമ്പാളിയിലെ വിശേഷങ്ങൾ, കുഞ്ഞാവ എന്നിവ ബാലസാഹിത്യം. ജീവിതത്തോട് ചേർത്ത് വെച്ച ചില കാര്യങ്ങൾ, മോസ്കോയിൽ നിന്നും ബസ്പതനിലേക്ക് ഒരു പാസഞ്ചർ തീവണ്ടി എന്നിവ ഓർമ്മ, നിരീക്ഷണ വ്യക്തി ചിത്രങ്ങൾ. ദൈവമുഖങ്ങൾ, നാടകം. ഏകാംഗികളുടെ കടൽ, തനിയെ, കവിത. 2018 സാഹിത്യ അക്കാദമി അവാർഡ്, പ്രാദേശിക ദൃശ്യമാധ്യമ പുരസ്കാരം, കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ 2017 ഫോട്ടോഗ്രാഫി അവാർഡ്, 2019 കണ്ണാടി സാഹിത്യ പുരസ്കാരം, 2019 പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര ബാലശാസ്ത്ര സാഹിത്യ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2020 കേരള ഫോക്ലോർ അക്കാദമിയുടെ ഡോക്യുമെന്ററി പുരസ്കാരം, 2020 സമഗ്ര സംഭാവനക്കുള്ള സതീർത്ഥ്യ പുരസ്കാരം, 2021 കേരള സർക്കാർ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ മിഴിവ് ഷോർട്ട് ഫിലിം അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററി വിഭാഗങ്ങളിലായി 100ലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഭാര്യ നിഷ, മക്കൾ വൈഷ്ണവ്, നന്ദന. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലെ കൂട്ടുകാർക്ക് എൻ്റെ സ്നേഹാശംസകൾ. മലയാള സിനിമാ രംഗത്തെ
അതുല്യനായ സംവിധായകൻ പി പത്മരാജന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോടൊപ്പം കുറച്ച് സമയം സംസാരിക്കാൻ സാധിച്ചതിലെ സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവെക്കട്ടെ. മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് പത്മരാജൻ. മലയാള വായനയുടെ ഭാവുകത്വത്തിന് പുതിയ നിറം പകർന്ന എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. മലയാള ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു പത്മരാജൻ. വളരെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ സർഗാത്മകതയുടെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചു പത്മരാജൻ. തീക്ഷ്ണഭാവനകളെ കൃത്യമായ ക്രമബദ്ധതയോടെ ആവിഷ്കരിച്ച് കഥകളിലൂടെയും തിരക്കഥകളിലൂടെയും നമ്മുടെ മുൻധാരണകളെ പൊളിച്ചെഴുതിയ ഈ സാഹിത്യകാരൻ കാമ്പുള്ള കഥകൾ കൊണ്ട് അഭ്രപാളികളിൽ കാവ്യം തീർത്ത കലാകാരനാണ്. 1965 മുതൽ തൃശൂർ ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായ പത്മരാജൻ അദ്ദേഹത്തിന് പ്രോഗ്രാം അനൗൺസർ ആയിട്ടായിരുന്നു ജോലി. പിന്നീട് സിനിമാ രംഗത്ത് അദ്ദേഹം സജീവമാവുകയായിരുന്നു. പ്രണയത്തെ ഏറ്റവും മനോഹരമായി അഭ്രപാളിയിൽ ചിത്രീകരിച്ച കലാകാരനായിട്ടാണ് പത്മരാജനെ ഇന്നത്തെ തലമുറ അറിയുന്നത്. എന്നാൽ സിനിമയിൽ കാണിച്ച ആ മികവിൻ്റെ 100 ഇരട്ടി തൻ്റെ പുസ്തകങ്ങളിലും കാണിച്ച വ്യക്തിയാണ് അദ്ദേഹം. കലാലയ ജീവിതകാലത്ത് തന്നെ പത്മരാജന്റെ ശ്രദ്ധ കഥകളിലേക്ക് തിരിഞ്ഞിരുന്നു. പത്മരാജന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കഥ ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവാണ്. കൗമുദിയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. കൈവരിയുടെ തെക്കേയറ്റം, അവകാശങ്ങളുടെ പ്രശ്നം, കുഞ്ഞ്, സ്വയം, ചൂണ്ടൽ, പുകക്കണ്ണട തുടങ്ങിയ പത്മരാജൻ കഥകൾ വളരെ പ്രസിദ്ധങ്ങളാണ്. ആകാശവാണിയിൽ ഉദ്യോഗത്തിലിരുന്ന കാലത്ത് പ്രസിദ്ധീകരിച്ച കഥാസമാഹാരങ്ങളാണ് അപരൻ, പ്രഹേളിക, പുകക്കണ്ണട തുടങ്ങിയവ. ചലച്ചിത്ര രംഗത്ത് പ്രസിദ്ധനായതിനു ശേഷം രചിച്ച നോവലുകളായിരുന്നു ഉദകപ്പോള, മഞ്ഞുകാലം, നോറ്റ കുതിര, പ്രതിമയും രാജകുമാരിയും തുടങ്ങിയവ. പെരുവഴിയമ്പലവും രതിനിർവേദവും പത്മരാജന്റെ പ്രശസ്തമായ മറ്റ് നോവലുകളാണ്. ഇതിവൃത്ത വൈവിധ്യമാണ് പത്മരാജൻ നോവലുകളുടെ പ്രധാന സവിശേഷത. 11 നോവലുകളാണ് പത്മരാജന്റെ സംഭാവനകളായി മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിട്ടുള്ളത്. പ്രയാണം എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായി സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച പത്മരാജൻ സ്വന്തമായി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ 36 തിരക്കഥകൾ രചിച്ചു. 18 ചലച്ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രയാണം എന്ന ആദ്യ സിനിമയുടെ സംവിധായകൻ ഭരതനായിരുന്നു. മലയാള മധ്യവർത്തി സിനിമയുടെ ചുക്കാൻ പിടിച്ച ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിന് ഈ സിനിമ തുടക്കം കുറിച്ചു. പെരുവഴിയമ്പലം എന്ന സിനിമയിലൂടെ സംവിധായകനായി തുടക്കം കുറിച്ച പത്മരാജന്റെ സിനിമകളും തിരക്കഥകളും ദേശീയവും അന്തർദേശീയവുമായ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഒരിടത്തൊരു ഫയൽവാൻ, അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം, ഞാൻ ഗന്ധർവൻ എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ്. ചിത്രത്തിൻ്റെ ആത്മാവറിഞ്ഞ് ഗാനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിലും പത്മരാജൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സംഗീത പ്രാധാന്യത്തോടെ ഒരുക്കിയ ഞാൻ ഗന്ധർവനായിരുന്നു പത്മരാജന്റെ അവസാനത്തെ ചലച്ചിത്രം. നിരവധി തവണ മികച്ച തിരക്കഥാകൃത്തായും സംവിധായകനായും സംസ്ഥാന അവാർഡും ഫിലിം ക്രിട്ടിക് അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. മലയാള സിനിമയുടെ സാങ്കേതികതയും സൗന്ദര്യബോധവും കലയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തിയ പ്രതിഭയാണ് പി പത്മരാജൻ. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ ശേഷവും പത്മരാജനോളം ആഘോഷിക്കപ്പെട്ട മറ്റൊരു ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും വേറെയുണ്ടോ എന്നത് സംശയമാണ്. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കഥാസന്ദർഭങ്ങൾ ആവശ്യപ്പെടുന്ന വിധം അവയുടെ സൂക്ഷ്മാംശങ്ങളിൽ വരെ ചെലുത്തുന്ന അന്വേഷണങ്ങളും ജീവിത സ്പർശം നിറഞ്ഞ കഥാഗതികളും സ്വാഭാവികത നിറഞ്ഞ ഒഴുക്കും അദ്ദേഹത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിന്റെയും ജീവിതാവബോധത്തിന്റെയും ഉദാഹരണങ്ങളായിരുന്നു. മനുഷ്യബന്ധങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട വികാരങ്ങളെയും അവയുടെ തീഷ്ണതയിലും തീവ്രതയിലും അക്ഷരങ്ങൾ കൊണ്ടും ഫ്രെയിമുകൾ കൊണ്ടും ചിത്രീകരിക്കുവാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക വൈഭവം തന്നെയായിരുന്നു. സ്വന്തം ജീവിതത്തിന്റെ കാര്യത്തിൽ പക്ഷേ തന്റെ അവസാന ചിത്രത്തിലെ ഗന്ധർവന്റെ കഥാപാത്രത്തെ പോലെ വിധിയുടെ നിർദാക്ഷിണ്യത നിറഞ്ഞ ക്രൂരതയ്ക്കു മുന്നിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നത് ഇന്നും ഒരു മായാത്ത നൊമ്പരമായി അവശേഷിക്കുന്നു.
നമ്മുടെ മനസ്സുകളിൽ ഇന്നും എന്നും ജീവിക്കുന്ന സൂര്യതേജസ്സാർന്ന ഒട്ടനവധി കഥകളും കഥാപാത്രങ്ങളും ചലച്ചിത്രങ്ങളും നമുക്ക് സമ്മാനിച്ച ആ ഗന്ധർവൻ 1991 ജനുവരി 24 തന്റെ സ്വന്തം ഗന്ധർവ ലോകത്തേക്ക് യാത്രയായി. സായാഹ്ന സാനുവിൽ വിലോല മേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.